الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മെ സംവിധാനിച്ച കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ വളരെ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണേ എന്ന് ഉപദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. അപ്രകാരം പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖി ലോകത്ത് വിജയിച്ച് പാരത്രിക ലോകത്തും വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെയൊക്കെയും കാഴ്ചകളും അനുഭവങ്ങളും നമുക്കുണ്ട്. പല ദേശങ്ങളിലും നമ്മുടെ നാടുകളിൽ തന്നെയും ഒരു മുസ്ലിമിന് തൻ്റെ വിശ്വാസവും ആദർശവും മുറുകെ പിടിക്കാൻ
അതനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രയാസം നമ്മൾ കാണുന്നുണ്ട്. കഷ്ടനഷ്ടങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുമുണ്ട്. ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ദീനിൽ അടിയുറച്ച് നിൽക്കുന്നയാളുടെ അവസ്ഥ കൽ ഖാബിളി അലാ ജംറി, ഒരു തീക്കട്ട, ഒരു തീക്കനൽ കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെ ആയിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാലഘട്ടത്തെ, അല്ലെങ്കിൽ ഇതിനു ശേഷം വരാനുള്ളൊരു കാലഘട്ടത്തെ കുറിച്ച്, അത്തരമൊരു കാലഘട്ടം വരുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏത് രംഗത്തും, വേഷവിധാനത്തിലും നമ്മുടെ വിശ്വാസത്തിലുമൊക്കെയും തന്നെ നമ്മൾ ആ വേഷവിധാനം ഇസ്ലാമിന്റെ ഇസ്സത്തനുസരിച്ച് ജീവിക്കുമ്പോൾ പരിഹസിക്കുവാൻ, ഭയപ്പെടുത്തുവാൻ പല ആളുകളും ചുറ്റും നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണുന്നു. നവമാധ്യമങ്ങളും മാധ്യമങ്ങളും നമ്മൾ തുറന്നു വെക്കുമ്പോൾ അതിൽ മുഴുവനും ഇസ്ലാമിനെ ഭയപ്പെടുത്തുന്ന, മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്തുന്ന, ഇസ്ലാമിനെ ചേരിതിരിഞ്ഞ് ഒറ്റപ്പെടുത്തുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. ഈ സമയങ്ങളിൽ പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലരും നിരാശയുടെ വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാണ് നമുക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാവുക? എന്നാണ് ഫലസ്തീനികൾക്ക് നീതി ലഭിക്കുക? എന്നാണ് ഈ രാജ്യത്ത് വിശ്വാസികൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുക? എന്നെല്ലാം തുടങ്ങിയുള്ള നിരാശയുടെ വർത്തമാനങ്ങളാണ് നാം പലപ്പോഴും പങ്കുവെക്കുകയും പറയുകയുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസം, നാം നിലനിൽക്കുന്ന മുഹറം മാസം, ഇതൊക്കെ നമ്മോട് പറഞ്ഞു തരുന്നത് നിരാശപ്പെടേണ്ടതില്ല. പ്രതീക്ഷ കൈവിടാതെ ജീവിച്ചാൽ, അല്ലാഹുവിൽ പരമേൽപ്പിച്ച് ജീവിച്ചാൽ അതിൻ്റെ അന്ത്യം, നമ്മുടെ അന്ത്യം എന്ന് പറയുന്നത് അത് സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, വിജയത്തിന്റെ ഒക്കെ ആയിരിക്കുമെന്നുള്ളതാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഉടനീളം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു, ഒരുപാട് നമ്മൾ ഓർത്തെടുത്തു. അവിടങ്ങളിലും അതേപോലെ മുഹറത്തിൽ മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം നോക്കുമ്പോൾ, അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ചരിത്രം നോക്കുമ്പോൾ അതെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ പ്രതീക്ഷ നൽകുന്ന വർത്തമാനങ്ങളാണ്. ആ ഒരു പ്രതീക്ഷയിൽ നിരാശയില്ലാതെ റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്നുള്ളതാണ്. ജൂതരായ യഹൂദികളായ ആളുകൾ പറയുന്നതായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ കൈകളെ പൂട്ടിവച്ചിരിക്കുന്നു, ചുരുട്ടിവച്ചിരിക്കുന്നു, ഒന്നും ആളുകൾക്ക് നൽകുന്നില്ല എന്ന്. അല്ലാഹു പറഞ്ഞത്, അല്ലാഹു അവന്റെ കൈകൾ തുറന്നു കൊടുത്തിരിക്കുന്നു, അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ നൽകുമെന്നുള്ളതാണ്. വിശ്വാസികൾ ആ പ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ്. അപ്രകാരം നിരാശയുടെ, എന്നാണ് റബ്ബന്റെ പ്രാർത്ഥന കേൾക്കുക, ഞാൻ എത്ര നമസ്കരിച്ചു, ഞാൻ എത്ര നോമ്പ് നോറ്റു, ഞാൻ എന്തെല്ലാം ചെയ്തു, എന്നിട്ടും റബ്ബ് എനിക്ക് തരുന്നത് ഇത്തരത്തിലുള്ള നിരാശയുടെ കാര്യങ്ങളാണല്ലോ എന്ന് പറയേണ്ടവരല്ല വിശ്വാസികൾ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം എങ്ങനെയാണ്? ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അവരെല്ലാം അവസാനം വരെ ആദർശത്തിൽ അടിയുറച്ച് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇസ്ലാമിന്റെ ഇസ്സത്തിൽ നിന്നു എന്നുള്ളതാണ്. ആ ഇസ്സത്തിൽ നിന്നതിന്റെ ഫലമായി അവർക്കെല്ലാം വിജയമുണ്ടായി. അവസാനത്തെ ആഹ്ലാദം അവർക്കൊക്കെ ലഭിച്ചു, അവസാനത്തെ ആനന്ദം അവർക്കെല്ലാം ലഭിച്ചു എന്നുള്ളതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതം വിഗ്രഹ കച്ചവടക്കാരനായ, വിഗ്രഹ നിർമ്മാതാവായ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു. താങ്കൾക്ക് നൽകിയ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങളെയാണോ താങ്കൾ ആരാധിക്കുന്നത് എന്ന് നിരന്തരമായി ഉപ്പയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, സംവദിച്ചുകൊണ്ടേയിരുന്നു, കലഹിച്ചുകൊണ്ടേയിരുന്നു, ആദർശം പറഞ്ഞു കൊടുത്തേകൊണ്ടേയിരുന്നു. ഉപ്പ പറഞ്ഞു, ഇനി നീ മിണ്ടിയാൽ ഞാൻ നിന്നെ എറിഞ്ഞ് പുറത്താക്കുമെന്ന് പറഞ്ഞു.
വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന അവസ്ഥ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്കുണ്ടാവുകയാണ്. നാട്ടുകാർക്ക് ഏകനായ റബ്ബിനെ പരിചയപ്പെടുത്താൻ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. എന്നാൽ നാട്ടുകാരെല്ലാവരും കൂടി പിടികൂടി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുവാനായിക്കൊണ്ട് കൽപ്പനയുണ്ടാവുകയാണ്. ആ രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. തീക്കുണ്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തിയ സന്ദർഭത്തിൽ തീയിൽ നിന്നും ഓരോ തീനാളങ്ങളും ശരീരത്തിലേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ ചൂടിങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന നിമിഷം, വല്ലാത്ത ഭയാനകരമായിട്ടുള്ള ഒരു തീക്കുണ്ടാരം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഭയപ്പെടുത്തലിന്റെ സമയം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ താങ്കളെ സഹായിക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഈമാനിന്റെ ഊക്കുകൊണ്ട്, ഈമാനിന്റെ വീര്യം കൊണ്ട് ജിബ്രീലിനെ തട്ടിമാറ്റിക്കൊണ്ട് പറയുന്നു, വേണ്ട വേണ്ട, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട, എനിക്കെന്റെ റബ്ബുണ്ട്, ആ റബ്ബെന്നെ നോക്കിക്കൊള്ളുമെന്ന ഉറച്ച അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തിൽ തീക്കനലുകൾ ശരീരത്തിലേക്ക് തെറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കൈവിടാത്ത പ്രതീക്ഷയുടെ ആ വിശ്വാസത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടായി, ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു പറയുകയാണ്, തീയെ ഇബ്രാഹിമിന് സമാധാനം നൽകണം, ഇബ്രാഹിമിന് തണുപ്പേകണമെന്ന് തീയോട് പടച്ച റബ്ബിന്റെ കൽപ്പന. തണുത്ത് വിറച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അവിടെയും ചരിത്രം തീരുന്നില്ല. അങ്ങനെ ബാബിലോണിയയിൽ നിന്നും ഷാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യപ്പെട്ട ഫലസ്തീനിന്റെ ഖുദ്സിന്റെ മണ്ണടങ്ങുന്ന ഷാമിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നു ചെല്ലുന്നു. ലൂത്ത് അലൈഹിസ്സലാമും അങ്ങോട്ട് തന്നെയാണ് കടന്നു ചെന്നതെന്ന് സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യപ്പെട്ട ആ രാജ്യത്തിലേക്ക്, ഖുദ്സിന്റെ മണ്ണിലേക്ക് അവരെ കടന്നു ചെന്നു എന്നുള്ളതാണ്. പിന്നീട് അവിടുന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് വീണ്ടും ഹാജറ തനിക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു സന്താനത്തെ നൽകിയ സമയത്ത് ആ ഉമ്മ ഇസ്മായിലിനോടും അതേപോലെ ഇസ്മായിലിനെയും മരുഭൂമിയിൽ ആരാരുമില്ലാത്ത ആ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കുവാൻ അള്ളാഹുവിന്റെ കൽപ്പന. അവിടെ നിന്ന് വീണ്ടും മക്കയിലേക്ക് നടക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടുന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിലെത്തി. ആ മക്കയിൽ തന്റെ പേറ്റുനോവ് മാറാത്ത പ്രിയതമയും തന്റെ കണ്ട് കൊതി തീരാത്ത കുഞ്ഞോമനെയും തനിച്ചാക്കി അവിടെ നിന്ന് മടങ്ങുമ്പോ അതാ ഹാജറ ഉമ്മു ഇസ്മായിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ചോദിക്കുന്നു, യാ ഇബ്രാഹിം ഐന തസ്ഹബു, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഇബ്രാഹിം? ഞങ്ങളെ ഇവിടെ തനിച്ചാക്കിക്കൊണ്ട്, ആരുമില്ലാത്ത ഈ ഒരു താഴ്വാരത്ത് ഞങ്ങളെ തനിച്ചാക്കിക്കൊണ്ട്, ഈ മരുഭൂമിയിൽ തനിച്ചാക്കിക്കൊണ്ട് താങ്കൾ എങ്ങോട്ടാണ് കടന്നു ചെല്ലുന്നത്? താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഉമ്മു ഇസ്മായിലിന്റെ ചോദ്യം. ഒന്നും മിണ്ടാനാകാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു നടക്കുന്നു. രണ്ടാമതായി കൊണ്ട് ഉമ്മു ഇസ്മായിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലാഹു അംറക ബിഹാദാ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്നുള്ളതായിരുന്നു ഉമ്മു ഇസ്മായിലിന്റെ രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് അതാ തല ഉയർത്തി മറുപടി നൽകുന്നു, നഅം, അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇദൻ ലാ യുളാഉന, അതുകൊണ്ട് താങ്കൾക്ക് പോകാം, ഞങ്ങളുടെ റബ്ബ് കൈവിടുകയില്ല എന്ന് ഉമ്മു ഇസ്മായിൽ അചഞ്ചലമായ തവക്കുലിന്റെ ആ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഉമ്മു ഇസ്മായിൽ അവിടെ തന്റെ കയ്യിലെ വിഭവങ്ങൾ കഴിയുന്നു. അവസാനം തന്റെ കുഞ്ഞിന് വേണ്ടി ഒരിറ്റ് വെള്ളത്തിനായി സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടുന്നു. അവസാനം അവിടെ സംസം പിറവിയെടുക്കുന്നു. ആ പ്രതീക്ഷ, സംസം എന്ന് പറയുന്ന ആ ഒരു പ്രതീക്ഷ കൈവിടാതെയുള്ള ഓട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു കുളിർമയായിരുന്നു സംസം എന്ന് പറയുന്നത്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോകുന്നു. ആ മക്കയുടെ പരിസരങ്ങളിലൂടെ ഒരു യാത്രാ സംഘം കടന്നുപോയി. അവർ വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. സംസം കിണറിൽ നിന്നും ഹാജറ വെള്ളമെടുത്തു കൊടുക്കുന്നു.
അവിടെ നിന്ന് വെള്ളം കുടിച്ച യാത്രികർ പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ വെള്ളത്തിന് അസൗകര്യങ്ങളുണ്ട്, വെള്ളത്തിന്റെ കുറവുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുവാനുള്ള അനുവാദം നൽകണമെന്ന്. അങ്ങനെ ആ യാത്രാ സംഘം അവിടെ താമസിക്കുന്നു. അവിടെ ഒരു പ്രദേശമായി മാറുന്നു. അവിടെ ഒരു ഗോത്രം രൂപപ്പെടുന്നു. അവിടെ ഒരു രാജ്യം രൂപപ്പെടുന്നു. അവിടെ ആളുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടായത് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷമാണ്. അവിടെ നിന്നാണ് പിന്നീട് ഷാമിലേക്കും പിന്നീട് അവിടെ നിന്ന് മക്കയിലേക്കും അതേപോലെ പിന്നീട് അത് സംസമായി മാറിയതും പിന്നീട് അവിടെ ഒരു പ്രദേശമായി ആൾ താമസമുള്ള ജനവാസമുള്ള ഒരു പ്രദേശങ്ങളായി മാറിയത്. നിരാശയോടുകൂടി റബ്ബിന്റെ കൽപ്പന ശിരസ വഹിക്കാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവ്യമായിരുന്നില്ല, ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മറ്റൊരു സന്താന പരമ്പര, ഇസ്ഹാഖ് അലൈഹിസ്സലാമയുടെ സന്താന പരമ്പര ഷാമിൽ ഫലസ്തീനിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യപ്പെട്ട ഖുദ്സിന്റെ മണ്ണിൽ യാഖൂബ് അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരകൾ ഉണ്ടാവുകയാണ്. ആ യാഖൂബ് അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാം. യാഖൂബ് അലൈഹിസ്സലാമക്ക് യൂസുഫ് എന്ന് പറയുന്ന പുന്നാര മകനെ ലഭിച്ച സമയത്ത് മറ്റ് സഹോദരങ്ങൾ അവിടുന്ന് യൂസുഫ് അലൈഹിസ്സലാമയോടുള്ള അസൂയ കാരണം, വിദ്വേഷം കാരണം കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് എറിയുകയാണ്. എന്നിട്ട് ദിവസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ആ വർഷങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം പിടികൂടുന്നു. അവസാനം ബിന്യാമീൻ എന്ന മകനെയും കൊട്ടാരത്തിൽ പിടിച്ചു വെക്കപ്പെട്ടു എന്ന് വാർത്ത യാഖൂബ് അലൈഹിസ്സലാം കേൾക്കുകയാണ്. കരഞ്ഞ് ആ കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവോടുള്ള പ്രതീക്ഷ കൈവിടാതെ തന്റെ മറ്റു മക്കളോടായിക്കൊണ്ട് പറയുകയാണ്, യൂസുഫിനെയും അതേപോലെ ബിന്യാമീനെയും തെരഞ്ഞുകൊള്ളുക, നിങ്ങൾ തെരയണമെന്ന് പറയുകയാണ്. എന്നിട്ട് ആ മക്കളോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആശ്വാസത്തെ പറ്റി ഒരിക്കലും നിരാശപ്പെടല്ലേ എന്ന് മക്കളോട് പറയുകയാണ്. യൂസുഫ് എന്ന മകനെ നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് അവസാനം ബിന്യാമീൻ എന്ന മകനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആ തെരയുവാനായിക്കൊണ്ട് പറയുമ്പോ ആ യാഖൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കളോട് പറയുന്നത്, അള്ളാഹുവെ കുറിച്ച് നിങ്ങൾ നിരാശ വെച്ച് പുലർത്തരുതേ, അല്ലാഹു തആല നിങ്ങൾക്ക് ആശ്വാസമേകും, അതിനെക്കുറിച്ച് ഒരിക്കലും നിരാശപ്പെടരുതേ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നഹു ലാ യഅസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ആശ്വാസത്തെക്കുറിച്ച് നിരാശപ്പെടുകയില്ല എന്ന് യാഖൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോട് പറയുകയാണ്. എത്രയോ വർഷങ്ങൾ മക്കളെ നഷ്ടപ്പെട്ടിട്ട് പിന്നീട് പറയുന്ന വർത്തമാനമാണ്. പിന്നീട് യൂസുഫ് അലൈഹിസ്സലാമെ തിരിച്ചു കിട്ടുന്നു. യൂസുഫ് അലൈഹിസ്സലാമയുടെ ജീവിതം ഒന്നാലോചിച്ച് നോക്കുക. തന്റെ സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിടുന്നു. അവിടെ നിന്ന് അടിമച്ചന്തയിലെത്തുന്നു. ആ അടിമച്ചന്തയിൽ നിന്നും രാജാവിന്റെ ഉദ്യോഗസ്ഥന്റെ ഭൃത്യനായി അടിമയായിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ജയിലിലേക്ക് എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് മന്ത്രിപദത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് യൂസുഫ് അലൈഹിസ്സലാമയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. പൊട്ടക്കിണറ്റിൽ വീഴാതെ യൂസുഫ് അലൈഹിസ്സലാം അടിമച്ചന്തയിൽ എത്തുകയില്ലായിരുന്നു. അടിമച്ചന്തയിലെത്താതെ യൂസുഫ് അലൈഹിസ്സലാം ഉദ്യോഗസ്ഥന്റെ ഭൃത്യനായി മാറുകയില്ലായിരുന്നു. ഉദ്യോഗസ്ഥന്റെ ഭൃത്യനാകാതെ ജയിലിലേക്ക് എത്തില്ലായിരുന്നു. ജയിലിലേക്ക് എത്താതെ യൂസുഫ് അലൈഹിസ്സലാം മന്ത്രിയാവുകയില്ലായിരുന്നു. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ യൂസുഫ് അലൈഹിസ്സലാമക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ഓരോ പ്രതിസന്ധികളും ഓരോരോ ഘട്ടങ്ങളായിരുന്നു, മഹാ അനുഗ്രഹത്തിലേക്കുള്ള കാൽവെപ്പുകളായിരുന്നു. അതാണ് യൂസുഫ് അലൈഹിസ്സലാമയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് യാഖൂബ് അലൈഹിസ്സലാമയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരുടെ, അമ്പിയാക്കന്മാരുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ സമയത്ത് പതറാതെ ഓർക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണങ്ങളിൽ, ഈ പ്രതിസന്ധികളിൽ എനിക്കെന്തോ നല്ലത് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസം നമുക്കുണ്ടാകുമ്പോ
ആ പരലോകം നമുക്ക് ലഭിക്കും, ഇഹലോകവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മുഹറം മാസമാണല്ലോ, ആശുറ ദിവസത്തിലേക്ക് കടക്കാനിരിക്കുകയാണല്ലോ. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം, ആ മൂസ അലൈഹിസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ സന്തോഷത്തിൽ ജൂതന്മാർ നോമ്പ് നോറ്റിരുന്നു എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു. മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഇസ്രായേൽ സന്തതികളെ മുഴുവനും വകവരുത്തുവാൻ, അവരുടെ ബാഹല്യത്തെ ഇല്ലാതാക്കുവാനായിക്കൊണ്ട് ഫിർഔനിന്റെ കൽപ്പനയുണ്ടാവുകയാണ്. യൂസുഫ് അലൈഹിസ്സലാമയുടെ കാലഘട്ടം മുതൽ ഇസ്രായേൽ സന്തതികൾ കടന്നു ചെന്ന് അവിടെ ഈജിപ്തിന്റെ മണ്ണിൽ അവര് ജീവിതം നയിച്ചു കൊണ്ടിരുന്ന് അവര് വളർന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ ഫിർഔൻ ഇസ്രായേൽ സന്തതികളുടെ വളർച്ചയിൽ ആദിപൂണ്ടുകൊണ്ട് അവരിലുണ്ടാകുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊലപ്പെടുത്തുവാൻ വേണ്ടി കൽപ്പനയുണ്ടാവുകയാണ്. ആ സമയത്ത് തന്നെയാണ് മൂസ അലൈഹിസ്സലാമും പിറന്നു വീഴുന്നത്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാമയുടെ ഉമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധന നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹ 38-39 വചനങ്ങളിൽ അല്ലാഹു തആല നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ മൂസ അലൈഹിസ്സലാമയുടെ ഉമ്മ തന്റെ കുട്ടിയെ കണ്ടു കൊതി തീരാതെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുകയാണ്. അവസാനം ആരാണോ വധിക്കുവാൻ കൽപ്പിച്ചത് ആ ഫിർഔനിന്റെ അടുക്കലേക്ക്, ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസ അലൈഹിസ്സലാം എന്ന് പറയുന്ന കുഞ്ഞ് കടന്നു ചെല്ലുകയാണ്. അവസാനം ആ ഉമ്മാക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്ന ചരിത്രമുണ്ട്. ഇതൊക്കെ അറിയുന്നവരാണ് നമ്മൾ. ആലോചിച്ചു നോക്കുക. നിരാശയുടെ സമയത്ത് പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിന്റെ കൽപ്പന മുറുകെ പിടിച്ച് മൂസ അലൈഹിസ്സലാമെ നൈൽ നദിയിൽ ഒഴുക്കിയത് കൊണ്ടാണ് മൂസ അലൈഹിസ്സലാമയുടെ ഉമ്മാക്ക് മൂസ അലൈഹിസ്സലാമയെ തിരിച്ചു കിട്ടിയത്. അതും ആ വധിക്കുവാൻ കൽപ്പിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ച്. നമുക്ക് ആവേശം നൽകേണ്ട ചരിത്രമാണ്. ഈമാനോടുകൂടി വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ഇസ്സത്തോടുകൂടി ജീവിക്കുവാൻ ഉതകുന്ന ആ ചരിത്രമാണ് മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, പറഞ്ഞു തരുന്നത്. അങ്ങനെ മൂസ അലൈഹിസ്സലാം അവിടെ വളരുകയാണ്. പിന്നീട് മൂസ അലൈഹിസ്സലാമയുടെ ഒരു കയ്യബദ്ധത്താൽ ഫിർഔനിന്റെ ഒരു കുടുംബക്കാരൻ വധിക്കപ്പെടുകയാണ്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാമെ പിടികൂടുവാനുള്ള വിളംബരമുണ്ടാകുന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്നും മദ്യനിലേക്ക് പലായനം ചെയ്യുന്നു. അവിടെ ശുഐബ് അലൈഹിസ്സലാമയുടെ കീഴിൽ 10 വർഷം ജോലി ചെയ്യുന്നു. അവിടുത്തെ കൃഷിയിടങ്ങൾ നോക്കുന്നു, ആടുമാടുകളെ മേയ്ക്കുന്നു. മഹറായിക്കൊണ്ട് അത് നിശ്ചയിച്ചുകൊണ്ട് മകളെ വിവാഹം ചെയ്യുന്നു. തിരിച്ചു വരുന്ന സമയത്ത് താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാമക്ക് ഉത്ബോധനം ലഭിക്കുന്നു, തൗറ ലഭിക്കുന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാമക്ക് അവിടുന്ന് അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇസ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തളാ. ഫിർഔൻ പണ്ടുള്ളതിനേക്കാളും അതിക്രമിച്ചിട്ടുണ്ട് മൂസ. അതുകൊണ്ട് നീ മൂസയെ ഫിർഔന്റെ അടുക്കലേക്ക് കടന്നു പോകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം ഒന്ന് പിന്നോട്ട് വലിഞ്ഞിട്ട്, എനിക്ക് പറ്റില്ല റബ്ബേ, എന്റെ സംസാരത്തിന് ചെറിയൊരു പിഴവുണ്ട് റബ്ബേ, അതുകൊണ്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞില്ല. മറിച്ച് ഏറ്റെടുക്കുന്നു, റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. എന്നിട്ട് റബ്ബിൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി. റബ്ബേ, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ. റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയേകിക്കൊണ്ടുള്ള റബ്ബിനോടുള്ള പ്രാർത്ഥന. എന്റെ ഹൃദയത്തിന് വിശാലത നൽകണം. വയസ്സർ ലീ അംരി. അതേപോലെ എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണേ. അതേപോലെ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. എന്റെ നാവിനൊരു പിഴവുണ്ട്, എന്റെ നാവിനൊരു തൊഞ്ഞുണ്ട്, എന്റെ സംസാരത്തിന് ചെറിയൊരു ഭംഗമുണ്ട്. അതിനെ നീ, ആ കെട്ടിനെ നീ അഴിച്ചു തരണേ റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇഫ്ഖഹു ഖൗലി. എന്റെ സംസാരങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള സംസാരമാക്കി തരണേ എന്ന്. വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി. എന്റെ കുടുംബത്തിൽ നിന്നും എനിക്കൊരു സഹായിയെ ഏർപ്പെടുത്തുകയും ചെയ്യണേ. ഹാറൂന അഖി. എന്റെ സഹോദരനായ ഹാറൂനിനെ നീ എനിക്ക് സഹായിയായി നൽകണേ. വസ്ദുദ് ബിഹി വസ്രി. അങ്ങനെ എന്റെ ശക്തിയെ നീ ഒന്നുകൂടെ ദൃഢമാക്കി തരണേ. വശ്രികുഹു ഫി അംരി. എന്റെ കാര്യത്തിൽ ഹാറൂനിനെ, എന്റെ സഹോദരനെ പങ്കാളിയാക്കണേ എന്ന്
പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഫിർഔനിന്റെ അടുക്കലേക്ക് മൂസ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. മൂസ അലൈഹിസ്സലാമക്ക് പരിമിതി ഉണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാമയുടെ കൂടെ ആളില്ലായിരുന്നു. ഇതൊന്നും പറഞ്ഞ് നിരാശപ്പെട്ട് പിന്നോട്ട് പോയില്ല മൂസ അലൈഹിസ്സലാം. നാവിന് പ്രയാസമുണ്ടായിരുന്നു, സംസാരത്തിന് നാവിന് പ്രയാസമുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് റബ്ബേ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നടന്നില്ല. ഏറ്റെടുത്തു. ഏറ്റവും വലിയ അതിക്രമിയായ, ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരിയായ ഫിർഔന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. പിന്നീട് ചരിത്രം നോക്കുമ്പോ ഹാറൂൻ അലൈഹിസ്സലാം അല്ല സംസാരിക്കുന്നത്, മൂസ അലൈഹിസ്സലാമാണ് സംസാരിക്കുകയും സംവദിക്കുകയും ഫിർഔനോട് ഏറ്റുമുട്ടുകയും എല്ലാം ചെയ്യുന്നത്. അവസാനം മൂസ അലൈഹിസ്സലാമക്ക് ആളുകൾ ഉണ്ടാകുന്നു, അനുയായികൾ ഉണ്ടാകുന്നു. ആ അനുയായികളെയും കൊണ്ട് മൂസ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. മൂസ അലൈഹിസ്സലാം കടന്നു ചെല്ലുന്നു. ആ സമയത്ത് അവരെ പിടിച്ച് വധിക്കുവാൻ ഫിർഔനിന്റെ കൽപ്പനയുണ്ടാകുന്നു. ഫിർഔനിന്റെ കിങ്കരന്മാരും ഫിർഔനിന്റെ ഭടന്മാരും അവരെ വധിക്കുവാനുള്ള ഉത്തരവുമായിക്കൊണ്ട് അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു. അവരിൽ നിന്നും രക്ഷപ്പെടാൻ മൂസ അലൈഹിസ്സലാം ഖുദ്സിന്റെ മണ്ണ് ലക്ഷ്യമാക്കിക്കൊണ്ട്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത മണ്ണ് ലക്ഷ്യമാക്കിക്കൊണ്ട് ബനൂ ഇസ്രായേലുകാരെയും കൂട്ടി മൂസ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ഓടി അവസാനം ചെങ്കടലിന്റെ തീരത്തെത്തുകയാണ്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാമയുടെ ജനത പറയുന്നൊരു വർത്തമാനമുണ്ട്. ആ വർത്തമാനത്തിന് മൂസ അലൈഹിസ്സലാം നൽകിയ ഒരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ തിരമാലകൾ വരുമ്പോ നമുക്ക് പറയാൻ കഴിയേണ്ട, നമുക്ക് ആശ്വാസം നൽകേണ്ട ഒരു വർത്തമാനം മൂസ അലൈഹിസ്സലാമയുടെ ആളുകൾ പറയുകയാണ്. ഫലമ്മാ തറഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. രണ്ട് കൂട്ടരും രണ്ടും ഒന്നിച്ച സമയത്ത് പിറകിൽ ഫിർഔനും കൂട്ടരും, മുമ്പിലാകട്ടെ ആർത്തിരമ്പുന്ന തിരമാലകളുള്ള ചെങ്കടൽ മുമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാമയുടെ ജനത പറയുകയാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പെട്ടുപോയി കേട്ടോ, നമ്മൾ കുടുങ്ങി, നമുക്കിനി ഒരു രക്ഷയുമില്ല എന്ന് മൂസ അലൈഹിസ്സലാമയോട് അവിടത്തെ സ്വഹാബികൾ പറയുകയാണ്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം പറഞ്ഞ വർത്തമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശുഅറയിൽ അതെടുത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഖാല, മൂസ അലൈഹിസ്സലാം പറയാണ്, കല്ലാ, ഇല്ല, കുടുങ്ങിയിട്ടില്ല, നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. അതുപോലെ ഇന്ന മഅീ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തരും. റബ്ബ് മാർഗം കാണിച്ചു. മൂസ അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. ഫിർഔനും കൂട്ടരും അവിടെ മുങ്ങിത്താഴ്ന്നു. പ്രതിസന്ധിയുടെ തിരമാലകൾ ആർത്തിരമ്പി വരുമ്പോ നമുക്ക് പറയാൻ കഴിയണം, ഇന്ന മഅീ റബ്ബീ സയഹ്ദീൻ, എനിക്കെന്റെ റബ്ബുണ്ട്, ആ റബ്ബ് അനുവദിച്ച മാർഗത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ റബ്ബ് അനുവദിച്ച മാർഗത്തിൽ, ആ റബ്ബിലുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുമ്പോ ആ റബ്ബിന്റെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹിജ്റയുടെ ചരിത്രം ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയുണ്ടായി. അത് നമുക്ക് പറഞ്ഞു തരുന്ന വല്ലാത്തൊരു തവക്കുലിന്റെ പാഠമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുവാനായി വീട് വളഞ്ഞ സാഹചര്യത്തിൽ ആ വധം ഏറ്റെടുക്കുവാൻ പ്രവാചകന് പകരം എന്നെ വധിക്കപ്പെട്ടേക്കാം എന്ന ഉറപ്പോടുകൂടി അലി റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്കുള്ള വഴിയിലല്ലാതെ മറ്റൊരു വഴിയിലൂടെ മാറി സഞ്ചരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ എത്തിപ്പെടുന്ന രംഗം അത് നമ്മൾ വിശദീകരിച്ചിരുന്നു. ആ സമയത്ത് ആ സൗർ ഗുഹയുടെ മുകൾ ഭാഗത്ത് ശത്രുക്കൾ എത്തിയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ, ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ കാണും, നമ്മൾ പിടിക്കപ്പെടും, എന്ത് ചെയ്യുമെന്ന് അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്. മാ വന്നക യാ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ്, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മുടെ കൂടെ ഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടാൾ മാത്രമല്ല, മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്. മൂന്നാമതായി അല്ലാഹു കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. അടിയിലേക്കൊന്ന് നോക്കിയാൽ കുടുങ്ങും, ഉറപ്പാണ്. ആ സമയത്ത് പ്രതീക്ഷയുടെ വർത്തമാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
ഏറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. 13 വർഷത്തെ കാലഘട്ടം പ്രവാചകന്റെ മക്കയിലെ ജീവിതം. നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്നിടുന്നു. നടക്കുന്ന വഴിയിലൂടെ ചപ്പുചവറുകൾ കൊണ്ടുവന്നിടുന്നു. അങ്ങനെ പ്രയാസപ്പെടുത്തിയുള്ള ജീവിതം. വിശ്വസിച്ച അമ്മാറ കുടുംബത്തെ, യാസറിനെ, സുമയ്യയെ പച്ചക്ക് കരിക്കപ്പെടുന്നുണ്ട്. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി സബ്റൻ യാ ആല ആസർ, ക്ഷമിക്കണം, പ്രതീക്ഷയുടെ സ്വർഗം, പ്രതീക്ഷയുടെ നാളുകൾ വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാസർ കുടുംബത്തോട് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, എത്രയോ ആളുകൾ പച്ചക്ക് കരിക്കപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും പറയാതെ സബ്റൻ, ക്ഷമിക്കണം, പ്രതീക്ഷയുടെ നാളുകൾ വരാനുണ്ട് എന്നുള്ള വർത്തമാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. 13 വർഷത്തിന്റെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ വേദനയോടുകൂടി സ്വന്തം നാട് വിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അതാണ് ഹിജ്റ. ആ ഹിജ്റ ഉണ്ടായത് കൊണ്ടാണ്, നാട് വിട്ടു പോകേണ്ടി വന്നത് കൊണ്ടാണ് മദീന എന്നൊരു രാജ്യമുണ്ടായത്. ആ മദീനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പിന്നീട് ബദറും മുഹദും ഖന്തഖും ഒക്കെ ഉണ്ടായത്. അതിനുശേഷം പിന്നെ ഹുദൈബിയ സന്ധിയുടെ സമാധാനത്തിന്റെ യുദ്ധമില്ലാത്ത കാലഘട്ടം. ആ ഹുദൈബിയ സന്ധി ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് കോട്ടമുണ്ടാക്കുന്ന വിധത്തിലുള്ള സന്ധിയാണ് ഉണ്ടാക്കിയത്. ആരെങ്കിലും വിശ്വാസം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. ആരെങ്കിലും മുർത്തദ്ദായി ദീനിൽ നിന്നും പുറത്തു പോയി മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ അവരെ തിരിച്ച് അയക്കുകയില്ല എന്ന് പറയുന്ന ഒരു നീതിയുമില്ലാത്ത കരാർ ഹുദൈബിയ സന്ധിയിൽ ഉണ്ടാകുന്നു. പ്രവാചകൻ അതിൽ ഒപ്പുവെക്കുകയാണ്. പിന്നീടുണ്ടായ ആ യുദ്ധമില്ലാത്ത സമാധാനത്തിന്റെ കാലഘട്ടങ്ങളിൽ ദഅവത്തിന്റെ പ്രവാഹം പ്രവാചകനും സ്വഹാബയും നടത്തുകയാണ്. ആ ദഅവത്തിന്റെ ഫലമായി മക്കയുടെ പരിസരങ്ങൾ മുഴുവനും ഇസ്ലാം പുൽകിയ ആളുകളെ കൊണ്ട് നിറയുകയാണ്. ആ ആളുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കയിലേക്ക് കടന്നു വരുന്നു. വേദനയുടെ 13 വർഷം, അതിനുശേഷം അതിനേക്കാൾ വേദനയോടുകൂടിയുള്ള ഹിജ്റ, പിന്നെ മദീന, പിന്നെ യുദ്ധങ്ങൾ, പിന്നെ ഹുദൈബിയ സന്ധി, പിന്നെയാണ് വിജയം, ഫതഹ് ഉണ്ടായത്. ഇങ്ങനെയാണ് ഓരോന്നും നമ്മളിലേക്ക് കടന്നു വരിക. ഓരോ പ്രയാസത്തിലും പ്രതിസന്ധിയിലും വിശ്വാസം കൈവിടാതെ, തവക്കുൽ കൈവിടാതെ റബ്ബിൽ പരമേൽപ്പിച്ച് മുന്നേറാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സന്തോഷത്തിന്റെ ദിനങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവരാണ്. നമ്മൾ എത്ര ആളുകൾ അതിന്റെ ആശയം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി കൃത്യമായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം നമ്മളോട് ആലോചിക്കുക. അതിൽ 7 യുവാക്കളുടെ കഥ പറയുന്നുണ്ടല്ലോ. മന്ത്രിപുത്രന്മാരായിക്കൊണ്ടുള്ള 7 യുവാക്കൾ ആദർശം സ്വീകരിച്ച്, ആദർശം ഉറക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് നാട്ടുകാർ ആട്ടി ഓടിക്കുകയാണ്. ആ സമയത്ത് അവരെ ഗുഹയിലേക്ക് പോവുകയാണ്. ഫഊഇലൽ കഹ്ഫി യൻശുറു ലക്കും റബ്ബുക്കും മിൻ റഹ്മതി. അങ്ങനെ അവരാ ഗുഹയിൽ അകപ്പെടുത്ത സമയത്ത്, അവരാ ഗുഹയിൽ അഭയം പ്രാപിച്ച സമയത്ത് ആ ഗുഹ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധീനതപ്പെടുത്തി കൊടുക്കുന്നു, കാരുണ്യപ്പെടുത്തി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം അവിടെ നൽകി. ആ ഗുഹയെ അല്ലാഹു തആല വിശാലമായി നൽകി എന്നുള്ളതാണ്. ആ ഗുഹയിൽ കിടന്ന് 309 വർഷക്കാലത്തെ ഉറക്കമുണ്ടാകുന്നു. ആ ഉറക്കം എഴുന്നേറ്റ് നാട്ടിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ തങ്ങളെ തള്ളിപ്പറഞ്ഞ ആളുകൾ ആരും ഇല്ലാതെ തങ്ങളെ സ്വീകരിക്കുന്ന ഒരു ജനതയെ പിന്നീട് കാണുവാൻ കഴിയുന്നത് അവർക്ക്. ഇതൊക്കെ നമുക്ക് നൽകുന്നത് പ്രതിസന്ധിയുടെ തിരമാലകൾ ഉണ്ടാകുമ്പോൾ അതിനപ്പുറത്ത് പ്രതീക്ഷയുടെ ഒരു സംസം നമുക്ക് വരാനുണ്ട് എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വലാ തഹിനു വലാ തഹ്സനു അൻതും ലഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടുകാർ ആട്ടിപ്പുറത്താക്കും, നാട്ടുകാർ പരിഹസിക്കും, കൂട്ടുകാർ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കും, ബന്ധുക്കൾ നമ്മളെ അകറ്റപ്പെടും. ആ സമയത്തൊന്നും വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും ദൗർലഭ്യം കാണിക്കരുതേ, ദൗർബല്യം കാണിക്കരുതേ, നിരാശപ്പെടരുതേ, സങ്കടപ്പെടരുതേ. അൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഏറ്റവും അത്യുത്തമർ, നിങ്ങളാണ് ഏറ്റവും അത്യുന്നതർ
ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണ് എങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആർത്തിരമ്പി വന്ന് ഏത് തരത്തിലുള്ള പരിഹാസങ്ങൾ ഉണ്ടായാലും അവിടെയൊക്കെ വിശ്വാസത്തിന്റെ ഇസ്സത്തോടുകൂടി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിഹാദൽ ഇസ്ലാം ഫമഹ്മബത ലൈനൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം അസല്ലനല്ലാഹ്. നമ്മൾ ഈ സമൂഹം ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകിയത്. എത്ര കറക്റ്റാണ്, എത്ര ശരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഇസ്സത്തിൽ ജീവിച്ചു. രണ്ടാളുകൾ പോയിട്ടാണ് ഷാമിന്റെ മണ്ണ്, ഖുദ്സിന്റെ മണ്ണ് മുസ്ലിമീങ്ങളുടെ അധീനതയിലായത്. ക്രൈസ്തവ പുരോഹിതന്മാർ ക്രൈസ്തവ ദേവാലയത്തിന്റെ താക്കോൽ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്ന കാലഘട്ടമുണ്ടായി ഫലസ്തീനിന്റെ മണ്ണിൽ. അത്തരത്തിലുള്ള ഒരു കാലഘട്ടം റോമ സാമ്രാജ്യം, അതേപോലെയുള്ള വലിയ വലിയ സാമ്രാജ്യങ്ങൾ, അതേപോലെ തപ്പാൽ സംവിധാനങ്ങൾ, അതേപോലെ വിശ്രമത്തിന് വേണ്ടിയുള്ള സത്രങ്ങൾ, കേന്ദ്രങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് ഇസ്സത്തിന്റെ പ്രതാപത്തിന്റെ വലിയ കാലഘട്ടം, വലിയ വലിയ രാജ്യങ്ങൾ ഇസ്ലാമിന്റെ അധീനതയിലായ കാലഘട്ടം. അതിനെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇസ്സത്തുണ്ടായത് അത് ഇസ്ലാം കൊണ്ടാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്സത ബിഗൈരിൽ ഇസ്ലാം അസല്ലനല്ലാഹ്. ഇസ്സത്തിനെ, ഇസ്ലാം അല്ലാത്ത ഇസ്സത്തിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ഇസ്ലാമല്ലാത്ത ഇസ്സത്തിനെയാണ് നിങ്ങൾ തേടിപ്പോകുന്നതെങ്കിൽ അസല്ലനല്ലാഹ്, അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്നുള്ളതാണ്. അല്ലാഹു തആല ഹറാമാക്കിയ വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് ഈ ലോകം അംഗീകരിക്കുക എന്നൊരു ചിന്ത നമുക്കുണ്ടോ? അസല്ലനല്ലാഹ്, അല്ലാഹു തആല നമ്മളെ നശിപ്പിക്കുമെന്നുള്ളതാണ്. അത് ഓരോന്നും എടുത്തു നോക്കുക, ഓരോന്നും ബാബരി മുതൽ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുക. എന്നിട്ട് പരിശോധിക്കുക, എന്താണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ, എന്താണ് ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ അവസ്ഥ, എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുക. ഇസ്ലാം ഉണ്ടോ ജീവിതത്തിൽ എന്നുള്ളത് ഓരോന്നും നമ്മൾ എടുത്തു പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൽ വരമേൽപ്പിച്ച് ഇസ്ലാമാകുന്ന ഇസ്സത്തിൽ നമ്മൾ ജീവിച്ചാൽ അല്ലാഹു തആല നമുക്ക് തീർച്ചയായും വിജയം തരും. ഈ ഹലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ വിജയം ലഭിക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇജ്ജത്തോടുകൂടി, പ്രതാപം കൈവിടാതെ പ്രതീക്ഷയോടുകൂടി ജീവിക്കണമെന്നും അപ്രകാരം ജീവിച്ചവരാണ് പ്രവാചകന്മാരും, അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രതീക്ഷയുടെ നാളുകൾ ഉണ്ടായി, കഷ്ടതകൾക്ക് ശേഷം, പ്രയാസങ്ങൾക്ക് ശേഷം പ്രതീക്ഷയുടെ നാളുകൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ്. ഈ പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിച്ച നമുക്ക് ആദ്യം വേണ്ടത് ഈമാനികമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദും അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ്. ദീന് പഠിച്ച്, ദീൻ അറിയുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നമ്മുടെ വീടുകളിൽ നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിക്കുക. അല്ലാഹു തആല നമുക്ക് വേണ്ടി ഇറക്കി തന്ന നമ്മുടെ യൂസർ മാനുവലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ എത്ര കണ്ട് പഠിച്ച് ആശയം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
ആരെങ്കിലും അറിവന്വേഷിച്ചൊരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും അറിവ് പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് ഖുർആൻ പഠന സംരംഭം, ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരു സംരംഭം വെള്ളിയാഴ്ച സുബ്ഹ്ക്ക് ശേഷം ഒരു 1/4 മണിക്കൂർ ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണം. ഖുർആനിന്റെ വാക്കർത്ഥങ്ങൾ പഠിച്ച്, ആശയങ്ങൾ പഠിച്ച്, അതിൻ്റെ ഇറങ്ങുവാനുള്ള പശ്ചാത്തലം പഠിച്ച്, ഇപ്പോൾ നമ്മൾ വിശദീകരിച്ച മുഴുവൻ ചരിത്രങ്ങളും അതൊക്കെ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ചരിത്രമാണ്. അതൊക്കെ എത്ര കണ്ട് നമുക്ക് അറിയാമെന്നുള്ളത് നാം ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും വെള്ളിയാഴ്ച ദിവസം, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് കൃത്യമായ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പഠനമുണ്ടാവുക. അടുത്ത വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷമാണ് നമ്മൾ ആരംഭിക്കുക. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്ന ഉത്തമന്മാരിൽ നാഥൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന രക്ഷിതാവ്, എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന് എന്തെങ്കിലും മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തുമാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെ ഈ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് റബ്ബേ നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പൂർവ്വസ്ഥിതിയിലേക്ക് അവരെ നീ തിരിച്ചു കൊണ്ടുവന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. സാമ്പത്തികമായി മാന്ദ്യം അനുഭവിക്കുന്നവർ, കച്ചവടത്തിൽ മാന്ദ്യം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, റബ്ബേ എല്ലാം നീ അറിയുന്നുണ്ട്, എല്ലാം നീ കാണുന്നുണ്ട്. റബ്ബേ, സമ്പത്തിൽ നീ ഞങ്ങൾക്ക് ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ബർക്കത്തുള്ള സമ്പത്ത് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.